മലബാറിലെ വ്യായാമ കൂട്ടായ്മയായ മെക്സെവനെതിരെ ആരോപണവുമായി എപി വിഭാഗം സമസ്തയും സിപിഐഎം രംഗത്ത്. എന്നാൽ കൂട്ടായ്മയുടെ വ്യായാമത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കാറുണ്ടെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. മലബാറിൽ കഴിഞ്ഞ 12 വർഷമായി സൗജന്യമായി വ്യായാമ മുറകൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് മെക്സെവൻ. നവംബർ 3 കണ്ണൂർ തളിപ്പറമ്പിൽ സിപിഐഎം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ നടത്തിയ പ്രസംഗമാണ് മെക്സെവനെ സംശയത്തിന്റെ നിഴലിലാക്കിയത്. മെക്സെവന് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്നായിരുന്നു പി മോഹനന്റെ പ്രസംഗം. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഹാക്കൾ വിളിച്ചു പറഞ്ഞു. നോക്കുമ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത് അതെ ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മെക്സെവൻ കൂട്ടായ്മ സുന്നി വിശ്വാസികളെ വഴിതെറ്റിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമി തന്ത്രമാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം എപി വിഭാഗം സമസ്ത നേതാവും കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറ്റപ്പെടുത്തിയത്. ഇവിടെ ഞാൻ പറയാണ്, വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? പുതിയ പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം നിങ്ങളെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ എന്താണ്? സലാഞ്ചല്ലരും മുസാഫെ തീർന്നല്ലേ? നിങ്ങളെ താജുൽ ഉലമ പറഞ്ഞ എന്താണ്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ തന്നെ, ഇ കെ ഉസ്താദ് പറഞ്ഞു തന്നെ, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു തന്നെ, എല്ലാരും പറഞ്ഞു തന്നെ. അങ്ങനെ ഇമാമിങ്ങളും ആലിമീങ്ങളും ഒക്കെ പറഞ്ഞില്ലേ മുസാഫത്തും സലാഞ്ചലും പറഞ്ഞു. പിരിയുമ്പോ നമുക്കൊരു മുസാഫത്ത് നടത്തി കളയാ, ഒരു സലാം ചൊല്ലിക്കളയാ. ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. ഈ 2 പ്രസംഗങ്ങളും ചർച്ചയായതോടെ മെക്സെവൻ വിവാദത്തിൽ ഉൾപ്പെട്ടു. തുടക്കത്തിൽ പ്രതികരിക്കാതിരുന്ന മെക്സെവൻ ഭാരവാഹികൾ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. ഈ വ്യായാമ കൂട്ടായ്മയ്ക്ക് ഒരു സംഘടനയുമായി ബന്ധമില്ലെന്നാണ് ഇവർ പറയുന്നത്. സിപിഐഎം നേതാക്കൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ മതചിന്താഗതികളിൽ ഉള്ളവരും മെക്സെവന്റെ വ്യായാമ മുറകളിൽ പങ്കെടുക്കാറുണ്ടെന്ന് മെക്സെവൻ കോർഡിനേറ്ററായ TPM ഹാഷിർ അലി പറഞ്ഞു. കോഴിക്കോടൊക്കെ എല്ലാ ആൾക്കാരുണ്ട്. CPM ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുണ്ട്, പിന്നെ കലാസാംസ്കാരിക രംഗത്ത് CPM-ലുള്ളവരുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജേക്കബാണ് ഇതിൻ്റെ മാനേജർ കോർഡിനേറ്റർ. പിന്നെ SNDP-ൻ്റെ ആളാണ് ഇന്ന് നമ്മളെ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളത്. SNDP-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആയിട്ടുള്ള ആളാണെന്ന് വന്നിട്ടുള്ളത്. പിന്നെ CPM-ൻ്റെ തന്നെ രമേശ് കലാസാംസ്കാരികത്തിൻ്റെ സെക്രട്ടറിയായിട്ടുള്ള അദ്ദേഹമുണ്ട്. അതുപോലെ എല്ലാ സംഘടനയിൽപ്പെട്ട ആൾക്കാരും. INTUC-ൻ്റെ ചെയർമാൻ ഉണ്ട് ഇതിൽ, വർഷാന്താണ് കോഴിക്കോട് കോർഡിനേറ്റർ, മറ്റൊരു കോർഡിനേറ്റർ. ഞാൻ എൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് കോഴിക്കോട് ബീച്ചിൽ. അപ്പോൾ ഇത് വെറുതെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണമാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് മെക്സെവൻ കൂട്ടായ്മയ്ക്ക് ആശംസകൾ നേർന്നയച്ച കത്തും കോഴിക്കോട് നഗരത്തിലെ കൂട്ടായ്മയുടെ പ്രവർത്തനം മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA-യും മേയർ ബീന ഫിലിപ്പും ഉദ്ഘാടനം ചെയ്തതുമെല്ലാം കൂട്ടായ്മയുടെ നിഷ്പക്ഷത തെളിയിക്കാനായി സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെക്സെവൻ എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്നാണ് CPIM-ഉം ഒപ്പം തന്നെ AP വിഭാഗം സമസ്തയും പോലുള്ളവർ ആരോപിക്കുന്നത്. എന്നാൽ അതല്ല, ഇത് ഒരു പുകമുറ സൃഷ്ടിക്കലാണ്. ഈ പുകമുറ നീക്കാൻ വേണ്ടി കൃത്യമായ അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നൊരു ചോദ്യം മെക്സെവൻ പറയുന്നു. അങ്ങനെ ഒരു പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ ഇല്ല. CPM നേതാക്കൾ പോലും ഈ മെക്സെവൻ്റെ വ്യായാമ മുറകളിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് ഈ മെക്സെവൻ്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.